Welcome to class 11 physics for HSC, CBSE and IC students. And we are continuing chapter 4 motion in a plane. And today it is class number P26 uniform circular motion. ഇപ്പോൾ ഇത് +1 ഫിസിക്സ് ക്ലാസ്സാണ്. HSC, CBSE, IC സ്റ്റുഡൻസിന് ഉള്ളതാണ്. ചാപ്റ്റർ 4ൻ്റെ ലാസ്റ്റ് പാർട്ട് ആയിട്ട് വരുന്ന മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂണിഫോം സർക്കുലാർ മോഷനാണ്. യൂണിഫോം സർക്കുലാർ മോഷൻ, ക്രമവൃത്ത ചലനം, വർത്തുള ചലനം എന്നൊക്കെ മലയാളത്തിൽ പറയും. യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂണിഫോം സർക്കുലാർ മോഷൻ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന ചിത്രമാണ് വരച്ചിരിക്കുന്നത്. പി ആണ് പാർട്ടിക്കിളിൻ്റെ ആദ്യ സ്ഥാനം, ക്യൂ ആണ് രണ്ടാമത്തെ സ്ഥാനം. പിയിൽ നിന്ന് ക്യൂവിലേക്ക് എത്തുമ്പോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എസ് ആണ്, ആർ റേഡിയസ്, സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റ തീറ്റയാണ്. ഇനിഷ്യൽ പൊസിഷൻ എ, ഒരു പ്രത്യേക സമയത്തുള്ള പൊസിഷൻ പി, പിന്നെ ഡെൽറ്റ ടി ടൈം കഴിയുമ്പോഴുള്ള പൊസിഷൻ ക്യൂ. പാർട്ടിക്കിൾ ആരോ കാണിക്കുന്ന ദിശയിൽ കറങ്ങുകയാണ്. The figure shows uniform circular motion. A particle moves along the circumference of a circle. A is the initial point. After a time t second, the particle reaches the point P. OP is the radius vector. OP is the radius vector. After further delta t second, it reaches Q. Delta S is the linear displacement, and delta theta, the angle at the center, subtended by PQ, that is the angular displacement. R is the radius of circular motion or radius of circle. അപ്പോൾ എ ആണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് വിചാരിക്കണം. ടി ഇത് കറങ്ങുകയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുകയാണ്. എ ആണ് ആദ്യത്തെ പോയിന്റ്. ടി സെക്കൻഡ് കഴിയുമ്പോൾ പിയിലെത്തും. ടി പ്ലസ് ഡെൽറ്റ ടി കഴിയുമ്പോൾ ക്യൂവിലെത്തും. അപ്പോൾ ഡെൽറ്റ ടി സമയം കൊണ്ടാണ് അത് പിയിൽ നിന്ന് ക്യൂവിലെത്തുന്നത്. പാർട്ടിക്കിൾ ഡെൽറ്റ എസ് ആണ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ കേന്ദ്രത്തിൽ റേഡിയസ് വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ഡെൽറ്റ തീറ്റയായി വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ ടൈം ഡെൽറ്റ ടി സെക്കൻഡ്. സോ P is the initial position, Q is the final position of the particle executing UCM, uniform circular motion. Delta theta is the angle subtended at the center. R is the radius vector. So what is uniform circular motion? എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? A particle moving around a circle with a constant speed is said to be in uniform circular motion. A particle moving around a circle with a constant speed is said to be in uniform circular motion. Example: motion of moon around the earth, motion of the tip of the second hand of a watch, a point on the rim of a wheel rotating. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ മൂണിൻ്റെ മോഷൻ എർത്തിന് ചുറ്റും സർക്കുലറായിട്ട് വിചാരിക്കുമ്പോൾ, പിന്നെ സെക്കൻഡ് ഹാൻഡിൻ്റെ ഒരു ക്ലോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ ടിപ്പിൻ്റെ അല്ലെങ്കിൽ വാച്ചിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ ടിപ്പിൻ്റെ ചലനം യൂണിഫോം സർക്കുലാർ മോഷനാണ്. എ പോയിന്റ് ഓൺ ദ റിം ഓഫ് എ വീൽ റൊട്ടേറ്റിംഗ് യൂണിഫോമായിട്ട് കറങ്ങുന്ന, ക്രമവേഗത്തിൽ കറങ്ങുന്ന ഒരു വീലിൻ്റെ റിമ്മിലുള്ള ഒരു പോയിന്റിൻ്റെ ചലനം. Uniform circular motion, the speed remains constant but the velocity changes due to change in direction. Hence the particle is accelerated. ഇവിടെ ഈ വസ്തു യൂണിഫോം സർക്കുലർ മോഷൻ നടത്തുമ്പോൾ സ്പീഡാണ് കോൺസ്റ്റൻറ്റ്, എന്നാൽ അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ ക്രമേണ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വെലോസിറ്റി വെക്റ്റർ മാറുമ്പോൾ വെക്റ്റർ മാറുമ്പോൾ വെലോസിറ്റിക്ക് മാറ്റും എന്നാണ് പറയാം. ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറും. അപ്പോൾ ഒരു ആക്സിലേഷൻ ഉണ്ടാകുകയും ചെയ്യും. ചേഞ്ച് വെലോസിറ്റി ഉണ്ടെങ്കിൽ ആക്സിലേഷൻ ഉണ്ടാകും എന്ന് വിചാരിക്കുക. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറുമെന്ന് പറയും. അതുകൊണ്ട് ആക്സിലേഷൻ ഉണ്ടാകുമെന്ന് പറയും. ആൻഡ് യു സീ angular displacement theta is the angle swept by a position vector in a given time interval. Theta is measured in radian. ഒരു പ്രത്യേക സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, റേഡിയസ് വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതിനെ നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയും. ആംഗുലാർ വെലോസിറ്റി, ഇത് ആംഗിൾ
the angle swept out by the radius vector per second is called angular velocity. ഒരു സെക്കൻഡിൽ റേഡിയസ് വെക്ടർ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലർ വെലോസിറ്റി. ആംഗിൾ ഡിസ്ക്രൈബ്ഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. ആംഗിൾ ഡിസ്ക്രൈബ്ഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. And angular velocity we write as omega delta theta by delta t, where delta theta is the angle subtended in a time t second. Unit radians second raised to minus 1. Dimensional formula is t raised to minus 1. T raised to minus 1. Instantaneous angular velocity omega is limit delta t tends to 0. Delta theta by delta t is equal to d theta by dt. That is instantaneous velocity. Or remember, the instantaneous angular velocity we represent as d theta by dt. Now comes period and frequency. Period and frequency. The time taken for one complete revolution is called a period t. The time taken for one complete revolution is called a period t. ഒരു പൂർണ്ണമായിട്ടുള്ള കറക്കത്തിന് സർക്കുലർ മോഷന് വേണ്ട സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് റെവല്യൂഷൻസ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ന്യൂ ബി പോലെ എഴുതും ന്യൂ, ബിയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം. ആംഗുലർ വെലോസിറ്റി ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഒമേഗ ഈസ് theta by t, that is 2 pi by t. The angle theta for one rotation is 2 pi radian. So theta by t omega is 2 pi by t, that is 2 pi nu. 1 by t is frequency. Thus omega is also called angular frequency. Unit of frequency is per second, second raised to minus 1 or hertz. Relation between linear velocity and linear and angular displacement. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ റിലേഷൻ. അത് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ അതിന് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അവ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ സർക്കുലർ മോഷൻ്റെ ചിത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. വി ഹാവ് റിപ്പീറ്റഡ് ദ ഫിഗർ ഓഫ് സർക്കുലർ മോഷൻ. പി ഇസ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ ടൈം ടി ആൻഡ് പി പ്ലസ് ക്യൂ. Q is the point after time t plus delta t. Delta S equal to PQ is called angular displacement, is called linear displacement, and delta theta is the angular displacement. Relation between delta S and delta theta. You see, let the particle M move along a circular path of radius r centered at O with a uniform speed v. പാർട്ടിക്കിൾ v സ്പീഡിൽ കറങ്ങുന്നതായിട്ട് കരുതുക. O ആണ് സർക്കിളിൻ്റെ സെൻറ്റർ. ലെറ്റ് എ ബി ദി ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദ പൊസിഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈംസ് ടി ആൻഡ് ടി പ്ലസ് ഡെൽറ്റ ടി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള സ്ഥാനം, ക്യൂ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ ടി പ്ലസ് ഡെൽറ്റ ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള സ്ഥാനം. ലെറ്റ് ആംഗിൾ പി ഒ എ ഈക്വൽ തീറ്റ. ആ കേന്ദ്രത്തിൽ ഒരു ആംഗിൾ എ ഒ പി, അത് തീറ്റ എന്ന് വിളിക്കും. ഈ പടം നോക്കുക, ഈ ആംഗിൾ എ ഒ പി തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം ഡെൽറ്റ ടി ഈക്വൽ ടു angular displacement. Angular displacement in time delta t is equal to angle PO Q equal to delta theta. Linear displacement in a time delta t PQ is delta S. And you know, from the relation angle is arc by radius. You know, angle is arc by radius. This is the equation of radian measurement. If angle is measured in radian, we can say angle is equal to arc by radius. So angle delta theta is delta S by R, or delta S is R delta theta. This is the relation connecting linear displacement delta S and angular displacement delta theta. Delta S is equal to R into delta theta. This is the relation between linear displacement delta S and angular displacement delta theta. R is called radius vector. Now we have to see the relation between linear and angular velocities, v and omega. If delta S and delta theta are linear and angular displacements in
from displacement in time interval delta t, then from equation 1, this is equation number 1, you will hear equation number 1 is delta S is equal to R delta theta. From that equation we write delta is R into delta theta, divide both sides by time interval delta t. രണ്ട് സൈഡിലും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇൻ ദ ലിമിറ്റിംഗ് കേസ്, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി when ഡെൽറ്റ t tends to 0 is given by d theta by dt. Is given by from definition limit delta t tends to 0, delta theta by delta t is the instantaneous linear, delta s by delta t is instantaneous linear velocity v, and delta theta by delta t is instantaneous angular velocity omega. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഈ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ലിമിറ്റിംഗ് കേസിൽ വി ആയിട്ട് മാറും. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ലിമിറ്റിംഗ് കേസിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 കേസിൽ ഒമേഗ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒമേഗയും ബിയും ഈ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കണം. ഒമേഗയും വിയും. അപ്പോൾ എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും. എങ്ങനെ കിട്ടും നോക്കുക. ഇവിടെ റിലേഷൻ ഉണ്ടല്ലോ. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി is ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ലിമിറ്റിംഗ് കേസിൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി വി ആയിട്ട് മാറും. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഒമേഗ ആയിട്ട് മാറും. അത് രണ്ടുമാണ് ലിമിറ്റായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്നത് ഇവിടെ ഇക്വേഷൻ. ഇത് വി ആണ്, രണ്ടാമത്തെ ഒമേഗയാണ്. അപ്പോൾ നമുക്ക് കിട്ടും വി ഇസ് ആർ ഒമേഗ. വി ഇസ് ആർ ഒമേഗ ഈസ് റിലേഷൻ കണക്റ്റിംഗ് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. വി ഇസ് ആർ ഒമേഗ. അതായത് ഡെൽറ്റ എസ് ഈസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് എടുത്താൽ മതി. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും. ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ വായിക്കുകയാണ്. എല്ലാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, 1 വേർഡിലോ 1 സെൻറ്റൻസിലോ പറയാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ, അല്ലെങ്കിൽ ഉത്തരം ഒന്നുകൂടി പറയുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ യൂണിഫോം സർക്കുലാർ മോഷൻ? ഈസ് വെലോസിറ്റി വെക്ടർ കോൺസ്റ്റന്റ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ? or what is the relation between linear velocity v and angular velocity omega in യൂണിഫോം സർക്കുലർ മോഷൻ? 4 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഉത്തരം നോക്കുക. ഉത്തരം നമുക്ക് മുകളിൽ നിന്ന് കണ്ടുപിടിക്കാം. The answer is answers are given above, and we can also see the answer below. What is angular? Define angular velocity. Angular velocity is the rate of change of angular displacement. What do you mean by uniform circular motion? അത് ഡെഫിനേഷൻ നേരത്തെ ഉണ്ട്, ഇവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. If speed of a particle in circular motion remains constant, then motion of particle is said to be യൂണിഫോം സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. എക്സാമ്പിൾ, മോഷൻ ഓഫ് ദി ടിപ്പ് ഓഫ് ദി ബില്ലറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഓർ സ്ക്രീൻ ഹാൻഡ് ഓഫ് എ വാച്ച് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഈസ് വെലോസിറ്റി വെക്ടർ കോൺസ്റ്റൻ്റ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ? യൂണിഫോം സർക്കുലാർ മോഷനിലെ വെലോസിറ്റി വെക്ടർ കോൺസ്റ്റൻ്റ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ലാസ്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ്, നോ, velocity vector is not a constant in uniform circular motion. It changes due to change in direction. Speed ആണ് കോൺസ്റ്റന്റ്. സർക്കുലർ മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ഉത്തരം അവസാനം പറയുന്നത് നോ,
velocity vector is not a constant in uniform motion. It changes, v vector changes due to change in direction. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി v ആൻഡ് ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻ യൂണിവേഴ്സൽ മോഷൻ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി v ആൻഡ് ആംഗുലർ വെലോസിറ്റി ഇൻ ഒമേഗ ഇൻ യൂണിവേഴ്സൽ മോഷൻ? ദ ആൻസർ ഈസ് ദിസ്, v is r ഒമേഗ. അത് കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷൻ നോക്കിയാൽ ഡെറിവേഷൻ ഒന്നും നോക്കി. ഡെറിവേഷൻ ആ ലിമിറ്റൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ കിട്ടും. അതായത് ഈ റിലേഷൻ ഓർക്കണം. ദ റിലേഷൻ കണക്റ്റിംഗ് ഇവിടെ മുകളിലുണ്ട്. ദ റിലേഷൻ കണക്ട് ഇഫ് ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ തീറ്റ ആർ ദ ലീനിയർ ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി, ദെൻ വി നോ ഡെൽറ്റ ഇസ് ആർ ഡെൽറ്റ തീറ്റ. ഇതിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഇസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ലിമിറ്റിംഗ് കേസിൽ എൽ എച്ച് എസിൽ വി ആയിട്ട് മാറും. ആർ എച്ച് എസിൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ലിമിറ്റിംഗ് കേസിൽ ഒമേഗയായിട്ട് മാറും. സോ ഡെൽറ്റ എസ് ഇസ് ആർ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ അത് ആ ലിമിറ്റിംഗ് കേസ് താഴെ കാണിച്ചിരിക്കുകയാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഇസ് ആർ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. എൽ എച്ച് എസിൽ ബി എന്ന് കിട്ടും. ആർ എച്ച് എസിൽ ആറ് കഴിഞ്ഞ് ബ്രാക്കറ്റിലുള്ള ടൈം ഒമേഗ എന്ന് കിട്ടും. സോ വി ഇസ് ആർ ഒമേഗ. അത് രണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് വി, എന്താണ് ഒമേഗ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഇസ് ആർ ഒമേഗ. ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലാർ സ്പീഡ്സ്, വെലോസിറ്റി എന്നും പറയും. That is all with your 26th class on class 11 physics. Thank you very much.